ഇനി ഈ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ കാണാൻ പാകത്തിന് കസ്റ്റമൈസ് ചെയ്യണം. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ ചാർട്ടിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യമേ F8 എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ആവാം. ഇപ്പോൾ ഇങ്ങനെയൊന്ന് ഓപ്പൺ ആയി വന്നു. ആ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിൽ ഒരുപാട് ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്ന, ട്രേഡിങ്ങിൽ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ട്യൂസർ ബോട്ടം പാറ്റേണും ട്യൂസർ ടോപ്പ് പാറ്റേണും. ഈ കാണുന്നതാണ് ട്യൂസർ ബോട്ടം പാറ്റേണിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബെയറിഷ് കാൻഡിലുകൾ വന്നു. ബെയറിഷ് കാൻഡിൽ വന്ന ശേഷം ഒരു ബുള്ളിഷ് കാൻഡിൽ വന്നു. ഇനി മൊബൈൽ MT4ൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഓപ്ഷൻസ് ആണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഓർഡർ ഫോമിനകത്ത് ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിഷ്ടമുള്ള സിമ്പിൾസിൻ്റെ ഓർഡർ ഫോം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഫോറക്സ് ബ്രോക്കറിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ 3 ടൈപ്പിലുള്ള ഫീസാണ് ഫോറക്സ് കമ്പനിക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 3 ടൈപ്പിലുള്ള എക്സ്പെൻസ് ആണ് നമുക്ക് ആവുക. അതിലൊന്നാമത്തത് സ്പ്രെഡാണ്. സ്പ്രെഡ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. 2 പ്രൈസിൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് സ്പ്രെഡ്. പല ഫോറക്സ് ബ്രോക്കറുകളിലും അവരുടെ അക്കൗണ്ട് ടൈപ്പ് അനുസരിച്ച് പല ടൈപ്പിലുള്ള സ്പ്രെഡും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തെ ടൈപ്പ് സ്പ്രെഡ് എന്ന് പറഞ്ഞത് 0 സ്പ്രെഡാണ്. സ്പ്രെഡ് ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും 20 പോയിൻ്റ് ടാർഗറ്റ് പ്രൈസും ഇട്ടിട്ട് കുറച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിൻ്റെ ഹിസ്റ്ററിയാണ് ദേ ഏറ്റവും മുകളിൽ കാണുന്നത്. ഇവിടെ XAU USD ഒരു ലോട്ട് നമ്മൾ വാങ്ങി. ആ ഒരു ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ടാർഗറ്റ് പ്രൈസ് ഹിറ്റായി. ആ ടാർഗറ്റ് പ്രൈസ് ഹിറ്റായപ്പോൾ $1962 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. യെസ്, ടാർഗറ്റ് പ്രൈസ് ഹിറ്റാകുമ്പോൾ ഇടതുവശത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ മാർക്ക് കാണാൻ സാധിക്കും. ഇനി സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത് എങ്കിൽ ഇടതുവശത്ത് റെഡ് മാർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ടാർഗറ്റ് ഹിറ്റായപ്പോഴാണ് നമുക്ക് $1996 ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയത്. എങ്ങനെയാണ് ബൈ ചെയ്യുക, എങ്ങനെയാണ് സെല്ല് ചെയ്യുക, സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് പ്രൈസും എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ആ പഠിച്ചതനുസരിച്ച് നമ്മുടെ ഡെമോ അക്കൗണ്ടിൽ ധാരാളം സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. യെസ്, അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, ന്യൂസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. യെസ്. രണ്ടാമത്തത് ചാർട്ട് അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ആദ്യം നമ്മൾ ന്യൂസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ന്യൂസുകളിൽ നെഗറ്റീവ് ന്യൂസുകളും പോസിറ്റീവ് ന്യൂസുകളും ഉണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ധാരാളം പേര് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ ട്രേഡിങ്ങിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് താഴോട്ടിറങ്ങുമ്പോൾ എങ്ങനെയാണ് ബൈ ചെയ്യുക, ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക എന്നാണ് ആദ്യം പറയുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സിമ്പിൾസിൻ്റെ ചാർട്ടാണ് എന്ന് സങ്കല്പിക്കുക. ഇവിടെ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്കൊരു സെല്ല് കിട്ടി. നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്തു, വീണ്ടും അത് മേലോട്ട് കയറി. ഇവിടെ നിന്നും നമ്മൾ സെല്ല് ചെയ്തു, വീണ്ടും കയറി. അങ്ങനെ 2-3-4 തവണയായിട്ട് നമ്മൾ സെല്ല് ചെയ്തു. ഏറ്റവും